ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന MSc പാലിമോർ, ഇവിടെ നിന്നും തിരിച്ചിട്ടുള്ള MSc അന്ന എന്നിവയുടെ വിവരങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ അദാനി പോർട്ടിലെത്തേക്കുള്ള നിരവധി പേരുടെ ഒഴിവുകളുണ്ട്. അവരുടെ വിവരങ്ങളും കൂടെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. 30/9/2024 തിങ്കളാഴ്ച ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഏറ്റവും നീളം കൂടിയ ഷിപ്പായ MSc അന്ന 399.98 മീറ്റർ നീളവും 58.6 മീറ്റർ വീതിയുമുള്ള MSc അന്നയാണ് 11 മണിയോടുകൂടി ഇവിടെ നിന്നും തിരിച്ച് കൊളംബോയിലേക്ക് പോയത്. പുറംകടലിൽ കാത്തുകിടന്ന MSc പാലിമോർ, അതിൻ്റെ നീളം ഏകദേശം 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമാണ് MSc പാലിമോർക്കുള്ളത്. വിഴിഞ്ഞം പോർട്ടിൽ ഏകദേശം 12:45 മണിയോടുകൂടി വിഴിഞ്ഞം പോർട്ടിൽ അടുത്തു. MSc അന്ന 3 ദിവസമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 70.5 മണിക്കൂർ സമയം കൊണ്ട് ഏകദേശം ഒരു 6000 കണ്ടെയ്നറുകളുടെ വർക്കുകളാണ് ഇവിടെ ചെയ്തു തീർത്തത്. അതായത് 3000 കണ്ടെയ്നറുകൾ ഇറക്കുകയും 3000 കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടു പോവുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് 6000 കണ്ടെയ്നറുകൾ. അതിനുശേഷം വന്ന MSc പാലിമോർ ഏകദേശം 500 കണ്ടെയ്നറുകളുടെ വർക്കാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കയറ്റി ഇറക്കിയുള്ള വർക്കുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം പുറംകടലിൽ കാത്തുകിടക്കുന്ന MSc പോളോ 2, അതുമാത്രമല്ല AS സിസിലിയ എന്ന 2 ഷിപ്പുകളും വിഴിഞ്ഞം പോർട്ടിന് സമീപത്തായി ഒരു 10 നോട്ടിക്കൽ മൈൽ ദൂരത്തായാണ് കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തിന് അടുത്തായിട്ടുള്ള പൂവാർ എന്ന സ്ഥലത്ത് ഒരു ഷിപ്പ് യാർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാം. അതായത് വിഴിഞ്ഞം തുറമുഖവും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടും പോലെ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ മറ്റൊരു പ്രദേശമാണ് പൂവാർ പ്രദേശം. വിഴിഞ്ഞം പ്രദേശത്തുള്ള സ്വാഭാവിക ആഴം പോലെ തന്നെയാണ് പൂവാർ പ്രദേശത്തെയും സ്വാഭാവികമായിട്ടുള്ള ആഴം നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 24 മീറ്റർ വരെ സ്വാഭാവിക ആഴം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കപ്പൽ ചാനലിൽ നിന്നും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലും ഇവിടെ നേരത്തെ സർക്കാർ പ്ലാൻ ചെയ്ത പോലെ ഒരു കപ്പൽശാല വരികയാണെങ്കിൽ വളരെയധികം തൊഴിൽ സാധ്യതകൾ ഇതുവഴി നമ്മുടെ യുവക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കപ്പൽശാല പൂവാറിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഏതെങ്കിലും കപ്പലുകൾക്ക് തകരാർ സംഭവിച്ചാൽ ഏറ്റവും അടുത്ത പ്രദേശമെന്ന നിലയ്ക്ക് ഈ കപ്പൽശാലയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ ദൂരെയുള്ള പ്രദേശമെന്ന നിലയ്ക്ക് ഷിപ്പ് യാർഡിലോട്ട് അടുപ്പിക്കുന്നതിന് ഏറ്റവും വളരെ അനുയോജ്യമായ പ്രദേശമായതിനാലും ഇവിടത്തെ അടുപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോകുന്നതിനും പറ്റിയ ഒരു പ്രദേശമാണ് പൂവാർ പ്രദേശം. പൂവാർ പ്രദേശത്ത് ഒരു ഷിപ്പ് യാർഡ് വരികയാണെങ്കിൽ അതുവഴി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും യുവതലമുറയ്ക്ക് ഇതുവഴി നിരവധി തൊഴിൽ സാധ്യതകളും ഉണ്ടാകുമെന്നതിനാൽ ഈ പദ്ധതി എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇടപെട്ട്, ഇപ്പോൾ തന്നെ കുറേ പദ്ധതികളൊക്കെ ഉണ്ട്, സാഗർമാല പദ്ധതി അതുപോലുള്ള കുറേ പദ്ധതികളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ അതല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിൽ വരുത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഒരു പദ്ധതി വരികയാണെങ്കിൽ ഇവിടെ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകും. നാടിൻ്റെ വികസനത്തിന് എല്ലാവരുടെയും ഒറ്റക്കെട്ടായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ പോർട്ടിൽ ഡ്രൈവർമാരുടെ നിരവധി ഒഴിവുകളാണ് വിഴിഞ്ഞം പോർട്ടിലുള്ളത്. അതായത് ഹെവി ലൈസൻസ് ഉള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്കാണ് ഈ ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 5 ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുക.
അപേക്ഷകൾ സമർപ്പിക്കേണ്ട അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 25-നും 40-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം, ഹെവി ലൈസൻസ് 3 വർഷത്തെയും 3 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് 10 വീൽ വാഹനങ്ങളുടെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഓടിച്ച് പരിചയമുള്ളവർ അപേക്ഷ നൽകേണ്ട രീതി എന്നുള്ളത് ബയോഡാറ്റ വേണം. ബയോഡാറ്റയിൽ ഫോട്ടോ പതിച്ചിരിക്കണം, അതിൻ്റെ താഴെ ഒപ്പിടേണ്ട സ്ഥലത്ത് ഒപ്പിട്ടിരിക്കണം. ആധാർ വേണം, പുതിയ ലൈസൻസ് വാലിഡിറ്റിയുള്ള ലൈസൻസ് വേണം. SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നിങ്ങൾ നൽകിയാലും മതി. ഇത്രയും വിവരങ്ങൾ മെയിൽ ID-യിൽ നിങ്ങൾ അയച്ചു നൽകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ID-യിൽ ഒരു സബ്ജക്റ്റ് വിഷയം വരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ITV ഡ്രൈവർ എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ 10 കിലോമീറ്റർ പരിധിയിലുള്ളവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട എന്നാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും യോഗ്യതയുള്ള ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രൈവറുടെ വേക്കൻസി കൂടുതലുള്ളതുകൊണ്ടും നിങ്ങളും കൂടി അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ചാലേ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. 10 കിലോമീറ്ററിൻ്റെ പരിധി കഴിഞ്ഞിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടുത്തെ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കുക. എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബർ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.